ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ക്യാമ്പിങ്ങിന് വേണ്ടി എത്തിയൊക്കെയാണ് നമ്മുടെ പഴയ പ്ലേസിൽ തന്നെ, വട്ടവടല കൊട്ടക്കമ്പൂർ. അപ്പോൾ ഇന്ന് വന്നത് നമ്മുടെ സ്വന്തം കാറിൽ തന്നെ ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ ഒറ്റക്കല്ല ഈ ട്രിപ്പിൽ, വേറൊരു 3 പേരുണ്ട്. മൈൻഡില്ലാണ്ട് നടക്കണേ, അവരെ പരിചയപ്പെടുത്തരാം. സഞ്ജു നമ്മ നേരത്തെ നവംബറിലൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അല്ല, എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും, ആകെ ഒരാളെ മാത്രമേ കാണാത്തുണ്ടാവുള്ളൂ. ഇത് കുഞ്ഞിനെ കണ്ടിട്ടുണ്ടാവും. ആകെ ഇദ്ദേഹത്തിന് മാത്രമേ കാണാത്തുള്ളൂ. ഇദ്ദേഹം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ട്രിപ്പിന് പോണത്. അത് അബദ്ധത്തിൽ പണിക്കാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നേക്കാണ്. ട്രിപ്പാന്ന് പറഞ്ഞാൽ വരൂല, പണിക്കാണെന്ന് പറഞ്ഞ് വിളിച്ച് കാറി കയറ്റി എടുത്തിട്ട് കൊണ്ടുവന്നേക്കാണ്. അതാണ് കണ്ടോ, കോലം കണ്ടില്ലേ, കൊളസോക്കിട്ട് വന്നേക്കണ്ടില്ലേ, പണിക്കാന്ന് പറഞ്ഞോണ്ടാണ്. അപ്പോൾ ഇന്ന് വന്നേക്കണത് നമ്മ കൊട്ടക്കമ്പൂറിലുള്ള ഔട്ടർ നെസ്റ്റ് എന്നൊരു ക്യാമ്പിങ്ങിലേക്കാണ്ടോ. അപ്പോൾ ഈ ക്യാമ്പിനെ പറ്റി എനിക്ക് യൂട്യൂബിലൊരു ഫ്രണ്ട് പറഞ്ഞാണ് ഈ ഔട്ടർ നെസ്റ്റ് പൊളിയാണ്, അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മ ഔട്ടർ നെസ്റ്റ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ മാസം പ്ലാൻ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഔട്ടർ നെസ്റ്റ് പോകാനായിട്ട്. പിന്നെ ചെറിയൊരു ശബരിമല പോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാറ്റി വെച്ചാണ്. അപ്പോൾ നമുക്ക് ഔട്ടർ നെസ്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക്. നല്ലൊരു കുത്തിനുള്ള ഉറക്കൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണം. വീണം നട്ടു അവരെ ബംഗാളി വാ, ചെരിപ്പൊക്കെ ഇറങ്ങിയപ്പോൾ ഓർക്കണം. വൈകി ഇറങ്ങിക്കോ, റിസ്ക് ആയി കുഴപ്പമില്ല. ഞാൻ കൂടെ ഈ കോൺക്രീറ്റിലേക്ക് കൂടാ, അപ്പോൾ നടു പിടിച്ച് പോകാൻ രസം ഉണ്ടാവുള്ളൂ. എടാ ഞാൻ സ്പീക്കർ ഇങ്ങനെ എടാ സഞ്ജ സ്പീക്കർ മേടിച്ചോടാ. ഇത് വീടോട്ടാ. അങ്ങനെ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞ് ഇനി താഴത്തേക്കൊരു വഴി കാണുന്നുണ്ട്, റൈറ്റിലേക്കൊരു വഴി കാണുന്നുണ്ട്. റൈറ്റിലേക്ക് ഈ റൈറ്റ് ആയിരിക്കാൻ വഴിയില്ല, രണ്ടാമത്തെ റൈറ്റ് എന്ന് പറഞ്ഞത്. ഇതേതോ കാട്ടിലേക്കുള്ള വഴിയാണ്, അത് അങ്ങോട്ട് തന്നെ ഇരിക്കുള്ളൂ. സന്ധ്യ മിക്കവാറും ഇവിടെ നടുപടിച്ച് വീഴും. പോരട്ടെ. നടന്നു വരുമ്പോൾ വീണ്ടും ഒരു ഡീവിയേഷൻ, താഴത്തേക്കൊരു വഴി കാണുന്നുണ്ട്. നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഇവിടെയും താഴത്തേക്ക് ഒരു വഴി കാണുന്നുണ്ട്, റൈറ്റിലേക്ക്. നമുക്ക് റൈറ്റിലേക്കാണ്, രണ്ടാമത്തെ റൈറ്റ് എന്നാണ് പറഞ്ഞത്. മിക്കവാറും ഇത് തന്നെ ആയിരിക്കണം. യെസ്, ഇത് തന്നെ ഔട്ടർ നെസ്റ്റ്. ഫൈനലി നമ്മൾ പ്രോപ്പർട്ടിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെന്താ, രാവിലെ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ തണുപ്പുമില്ല, ചൂടുമില്ല, എന്നാൽ വെയിലുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊന്നു. അങ്ങനെ നമ്മൾ ഔട്ടർ നെസ്റ്റിൻ്റെ മുമ്പിലെത്തി. നൈസ്. ബൈക്കിനാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി വരെ എത്തോട്ടോ. ഒരു ബൈക്ക് ഇരിപ്പുണ്ടാകത്ത്, ബൈക്കാണെങ്കിൽ പ്രോപ്പർട്ടി വരെ എത്തും. കാറ് നമ്മ മേളിൽ പാർക്ക് ചെയ്യേണ്ടി വരും. ഹായ്, നല്ല സ്മെല്ല്. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. ഇവിടെ 2 ടെൻറ്റ്, മേളിൽ 5-6 ടെൻറ്റ്. ഓക്കെ, അതവിടെയാണ് കുറച്ചധികം ഉണ്ടങ്ങ് കിടക്കാം. ഓക്കെ, somebody is there. യെസ്, ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹായ് നെവിൻ. അപ്പോൾ നമ്മൾ മേളിലേക്ക് കയറുകയാണ്. മേളിലാണ് സംഭവങ്ങൾ. ടെൻറ്റ് മാത്രമല്ല കേട്ടോ, ഇവിടെ മഡ് ഹൗസും ഉണ്ട്. ഇവിടെ പെയിന്റിങ് എന്തെങ്കിലും ഒരു പണിക്കാരനുണ്ട്. വാവ്, ഹായ്. ഇവിടെ മഡ് ഹൗസ് ഉണ്ട്. ആൻഡ് മഡ് ഹൗസിനോട് കൂടി ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ. യെസ്, keep your food outside.
ഇത് ലഗേജ് ഒക്കെ വെക്കാനായിട്ടാണല്ലേ. ഓക്കെ, ലഗേജ് വെക്കാനുള്ളൊരു സ്പേസ്. വിശ്വാസം എടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ കെയർ ടേക്കർ. പേരെന്തായിരുന്നു? അരുൺ. ഓക്കെ, ഞാൻ നെവിൻ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ കൊട്ടക്കൊമ്പൂരിൽ നമ്മുടെ ഉറുവിയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് എത്തി. ഇവർക്ക് ഇതൊന്നും പതിവില്ലാത്തതാണ് ഈ സമയത്ത് ഈ കളറിലുള്ള വെള്ളമൊന്നും അല്ലേ സന്ദീപേ? പെപ്സിയുടെ കളർ അല്ലേ? അതോടെ ചോദിച്ചോ അവൻ കൊടുക്കാം. ആ, ഞങ്ങളുടെ സ്പേസിലായിരിക്കുള്ളൂ. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തരാം നമ്മുടെ ക്യാമറ പറ്റി. ഈ കാണുന്നത് നമ്മുടെ കോമൺ സ്പേസ്. ഇത് മഡ് ഹൗസ് ആണ് ആക്ച്വലി, പക്ഷെ അവരിപ്പോൾ അത് കൊടുക്കുന്നില്ല. അവർ ചെറിയൊരു റിനോവേഷനിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ലഗേജ് വെക്കാനും പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ കിച്ചണുമാണ് അവരുടെ. അപ്പോൾ അതിപ്പോൾ കുറച്ച് റിനോവേഷൻ കഴിഞ്ഞാൽ അത് മഡ് ഹൗസായിട്ട് കൊടുക്കും. അവരുടെ കിച്ചൺ വേറെ സൈഡിലേക്ക് മാറ്റും. പിന്നെ നമുക്ക് കിട്ടിയ ടെൻറ്റ് നേരെ ഫസ്റ്റ് കണ്ടില്ലേ, ഫസ്റ്റ് കണ്ട ടെൻറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കണത്. അവിടെ 2 ടെൻറ്റ് ഉണ്ട് നമുക്ക്. പിന്നെ അതിൻ്റെ മുകളിൽ വേറെ 2 ടെൻറ്റ് അവിടെ ഒരു 5 ബാച്ചിലേഴ്സ് വരും എന്നാണ് പറഞ്ഞത്. ഇതുവരെ എത്തിയിട്ടില്ല, നമ്മളാണ് ഫസ്റ്റ് ഗസ്റ്റ്. പിന്നെ വേറെ 2 ഫാമിലിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തൊട്ടരികത്ത് തന്നെ ആയിട്ട് 2 ഫാമിലി ഉണ്ട്. അപ്പോൾ അത്രയും പേരാണ് ഇന്നത്തെ ഗസ്റ്റായിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റീസെൻ്റ്ലി കുറച്ച് നാളായിട്ടുള്ളൂ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട്. 9 മാസം ആവുന്നേ ഉള്ളൂ. എങ്കിലും കുഴപ്പമില്ല, നല്ല കലക്ക സ്പേസ് ആണ്. അധികം പ്രൈസ് ഇല്ല. 1350 പെർ ഹെഡ്. അതിൽ ഈ എന്തോ ഒരു ട്രക്കിംഗ് ആക്ടിവിറ്റി പറഞ്ഞായിരുന്നു. അത് എങ്ങാടാന്ന് എനിക്ക് അറിയാമല്ലോ, അത് ചോദിക്കണം. അപ്പോൾ എന്തായാലും ചെറിയ കലാപരിപാടികൾ തുടങ്ങാനുള്ള പരിപാടിയിലാണ് ഇവർ. ഞാനില്ലട്ടെ, ഞാൻ മാന്യനാണേ. ഞാൻ ഇപ്പോഴും നോമ്പിലാണ്, നോമ്പ് കഴിഞ്ഞിട്ടില്ല. ഞാൻ ശബരിമല നോമ്പ് കഴിഞ്ഞപ്പോൾ നേരെ ഈസ്റ്ററിൻ്റെ നോമ്പ് കൂടി എടുത്തു. ഒരു 3 മാസം ബോഡി റിഫ്രഷ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ഈ യേശു ഉയർത്തെഴുന്നേക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉയർത്തെഴുന്നേക്കും നശിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് കിട്ടിയേക്കുന്ന ടെൻറ്റ് ഇവിടെയാണ്, ഏറ്റവും താഴത്ത്. ഞാൻ അവർക്കൊരു അലമ്പാവണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും. ഇത് ഈ 2 ടെൻറ്റുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ നല്ല കലക്കം വ്യൂ. ഉച്ചക്ക് ഇപ്പോൾ സമയം 1:30 ആയെങ്കിലും ചൂടില്ല കേട്ടോ, നല്ല കാറ്റുണ്ട്. ഫുൾ ടൈം ഇവിടെ കാറ്റുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ അവിടെ ആയിരുന്നു, ഉറുവി എന്ന് പറഞ്ഞ ക്യാമ്പിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത് ആ ഭാഗത്തായിട്ട്. ടോപ്പ് സ്റ്റേഷനിൽ നിന്നും മേടിച്ച ഫുഡ്, പാർസൽ മേടിച്ച ഫുഡും ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. റിസ്ക് ഒന്നും എടുത്ത് നോക്കാം. ആ, ഇതുള്ളത് കൊണ്ട് മാത്രം നേരം മണിക്കാരനാണ്. ഞാൻ ഈ ടേബിളിൽ നോക്കട്ടെ. അങ്ങനെ മേലുള്ള കുറച്ച് ബാച്ചിലേഴ്സ് ടീമും ഫാമിലിയും എത്തി. നമ്മൾ പരിപാടി നേരെ നമ്മുടെ താഴത്തേക്ക് എത്തിയിട്ടാ പരിപാടി. അവിടെ അടിച്ച് പുറത്താക്കി. പെയിന്റിങ് കഴിഞ്ഞ് ഇനി പൈന്റ് അടിയാണ്. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരു കുപ്പി തീർന്നിട്ടുണ്ട്. പക്ഷെ അവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇപ്പോഴും നോർമലായിട്ടിരിക്കുന്നു. അടുത്ത കുപ്പി ഇപ്പം തന്നെ പൊട്ടിക്കും. പിന്നെന്താണ്, കുഞ്ഞിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. പുള്ളിനൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ കുറച്ച് അറിയപ്പെടുന്ന ഒരാളുടെ കസിനാണ്, നമ്മുടെ അഭിമന്യു ഇല്ലേ, മഹാരാശ്രീ കുത്തേറ്റ് മരിച്ച ഈ അഭിമന്യുടെ കസിനാണ്. കുഞ്ഞിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞി ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ പാർത്ഥിപൻ. നമുക്ക് നാളെ സ്ട്രോബെറി തോട്ടത്തിൽ കൊണ്ടുപോകുന്നില്ലേ, സ്ട്രോബെറി തോട്ടത്തിൽ കൊണ്ടുപോകുന്ന പുള്ളി ഇദ്ദേഹം. നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിൽ കൊണ്ടുപോകുന്ന ആളാ. നമ്മുടെ ഔട്ടർനെസ്സിലെ വേറൊരു മെമ്പറാണ്ടത്. മെമ്പറിന്റെ പേരെന്താണെന്നറിയാൻ പാടില്ല. പുള്ളിക്കാരൻ ഇവിടെ ഇങ്ങനെ കറങ്ങി അടിച്ച് ഇറങ്ങിയിരുന്നു. ബാ നമുക്ക് മേളിലേക്ക് ബാ, കമോൺ.
ബാടാ ആള് കുറച്ച് സീരിയസ് ആണ്, ഇടക്ക് കമ്പനി ആവും ഇടക്ക് സീരിയസ് ആവും. കമോൺ. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നൈറ്റിലെ ഓണായിട്ടാ വൈബ്. പാർട്ടി എന്താണ് കാണിച്ചോണ്ടിരിക്കുന്നത്? ഇവിടെ പണിക്കാരൻ നമ്മുടെ ക്യാമ്പ് പണിക്കാരന്റെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം തന്നെ വെറുതെ രണ്ടിടക്ക് തീ വന്നൂല. ലൈറ്റൊക്കെ ഓണായി വന്നപ്പോഴേക്കും തണുപ്പ് കൂടി. അപ്പൊ കുറച്ച് പേർക്ക് തണുക്കാൻ തുടങ്ങി. ബാഗെല്ലാം മേളിൽ വെച്ചേക്കണോണ്ടേ ഒന്ന് മേളിൽ പോയിട്ട് ബാഗ് എടുത്ത് കൊടുക്കട്ടെ. അവിടെ പിന്നെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വേറൊരു മൂഡിലേക്ക്. നമ്മുടെ ഹട്ട് ബാത്റൂമാ, ലൈറ്റ് ഇല്ല നമ്മുടെ ഹട്ടിൽ. ഇതൊക്കെ വരൂടാ. സൺസെറ്റും സൺറൈസും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഏതാണ്ട് ആ ഭാഗത്ത് ലൈറ്റ് കുറച്ച് കണ്ടത്. നമ്മുടെ ക്യാമ്പ് അറ്റത്താണ്ട, ഐ മീൻ നമ്മുടെ ടെൻറ്റ്. അവിടെ ലൈറ്റ് ഇല്ല, അവിടെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. അവർ ഇവിടുത്തെ കിച്ചൺ നേരെ താഴത്തേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെയാണ് നമുക്കിപ്പോൾ ടെൻറ്റ് വന്നേക്കുന്നത്. ഇപ്പുറത്ത് വേറെ മറ്റേ ബാച്ചിലേഴ്സ് ഗസ്റ്റ്, അവർക്ക് അവിടെ ക്യാമ്പ് ഫയറിന് പകരം അവിടെ ഒരു ബാർബിക്യൂ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. പിന്നെ ഇവിടെ കുറച്ച് ഫാമിലി ഗസ്റ്റാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും താഴത്ത് തന്നെ ക്യാമ്പ് ഫയർ മതി എന്ന് പറഞ്ഞു. അവിടെ അവരുടെ കലാപരിപാടികൾ ഒതുങ്ങിയിട്ടില്ല. അപ്പോൾ അവരെയും ചുമന്നുകൊണ്ട് ഇനി ഇവിടെ വന്നിരിക്കൊരു ചടങ്ങാവും. അപ്പോൾ ഫാമിലി ഗസ്റ്റിന് ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം താഴത്ത് തന്നെ, അതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പൊളി. തണുപ്പ് നൈസായിട്ട് കൂടി വരുന്നു. ക്യാമറാമാൻ ജാക്കറ്റ് തന്നില്ല, അത് മ്യൂട്ട് ചെയ്തേക്കണേ. തണുപ്പ് കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് ജാക്കറ്റ് ഞാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല. നൈസായിട്ട് എന്നെ ഒതുക്കി. അതെ, അതുകൊണ്ട് ക്യാമ്പ് ഫയർ നേരത്തേക്ക് സമയം ഇപ്പൊ ഒരു 7:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് ക്യാമ്പ് ഫയർ നേരത്തേക്ക് തണുപ്പ് കൂടുന്നുണ്ട്. ശരിക്കും 7:30 ആഹാ, അതല്ലെന്ന് ഞാൻ വീട്ടിൽ നിന്നിട്ട് സമയം നോക്കില്ല. നമ്മുടെ പുറകിലുള്ള ഇടല അവരിട്ടോളൂ. നീ വല്ലോ വേലിയൊക്കെ പിരിച്ചിട്ടേക്കില്ലേ? ടെന്റൊന്നും കത്തിച്ചേക്കല്ലേട്ടാ. അല്ലെന്ന് അല്ലേട്ടാ, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അതായത് ഫൈനലി അവർ ഡിന്നർ ഈസ് റെഡി. ഇത് ഗീ റൈസ്, ചിക്കൻ, സാലഡ്, അച്ചാർ. വെജിറ്റേറിയൻ ഇല്ല. ഞാൻ നോമ്പായതുകൊണ്ട് ഞാൻ വെജിറ്റേറിയൻ. ഈ തത്വ ജന്തുക്കളൊക്കെ തിന്നിരിക്കട്ടെ. നട്ടണേ. എനിക്ക് ഗീ റൈസും ഗ്രീൻ പീസും നല്ല പ്രാഹത്തിലുണ്ട്. കുഞ്ഞിന് ആരെയും വെയിറ്റ് ചെയ്യുന്നില്ല. കുഞ്ഞ് വന്നപ്പോ തന്നെ തുടങ്ങി അങ്ങാട് വേണമെന്ന് ഇതായിട്ടേ കുഞ്ഞു കൊടുക്കാത്തിരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഞാൻ നേരത്തെ തന്നെ കിടക്കാമെന്ന് വിചാരിച്ച്. അവന്മാരുടെ കലാപരിപാടി കഴിഞ്ഞിട്ടില്ല, അത് കഴിയുമ്പോഴേക്കും ഒരു നേരവും. അപ്പോൾ അതിന് മുമ്പേ ഞാൻ അങ്ങോട്ട് നേരെ കിടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ. ഗുഡ് മോർണിംഗ്. അങ്ങനെ സമയം ഇപ്പോൾ 7:30 ആകാൻ പോകുന്നു. ഞാൻ ഒരു 6:45 തന്നെ എഴുന്നേറ്റ് മോർണിംഗ് ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞു. നമ്മുടെ കൂടെ വന്ന ആൾക്കാരുടെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 2:30 മണിയായിട്ട് വരും രാവിലെ. ഞാൻ പിന്നെ നേരത്തെ തന്നെ നടന്ന് ഉറങ്ങി. അവന്മാരുടെ പാട്ടും വെള്ളമൊക്കെ കേട്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഓൾവേസ് ചൂസ് സോളോ, മനസ്സിലായില്ലേ? അപ്പോൾ കാപ്പിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കാപ്പി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ വിത്തൗട്ട് ആയതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് വേറെ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. എങ്കിലും വിചാരിച്ചത്ര അങ്ങോട്ട് തണുപ്പ് പോകുന്നില്ല. അതുകൊണ്ട് സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. സൂര്യൻ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ ബാക്ക് സൈഡിലാണ് സൺറൈസ്. ബാക്കിൽ മലയുള്ളതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊക്കെ തന്നെ ഒരു 8 മണി കഴിയണം സൂര്യനൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ. എന്തായാലും ആ മലയിൽ സൺലൈറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മോർണിംഗ് കോഫി വന്നു. മോർണിംഗ് കോഫിയും കഴിച്ചുകൊണ്ട് ഇവിടുത്തെ വ്യൂ
ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. സൺലൈറ്റ് വന്നപ്പോഴേക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമ്മുടെ കൂടെ വന്ന ടീംസ് നട്ടുച്ചേല എഴുന്നേക്കാനുള്ള സാധ്യതയില്ല. കാരണം വെളുപ്പിന് 3 മണിയായി, 2:30-3 മണിയായി കിടന്നപ്പോൾ. സമയം ഏതാണ്ട് 8 മണിയാകാറായി. നമ്മൊരു ചെറിയ ട്രക്കിങ്ങിന് പോകുന്നു. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന കലാകാരന്മാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഫാമിലി അടക്കം വന്നിട്ടുണ്ട്, ഫാമിലി ഗ്രൂപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. 7:30 പോകാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാലേ തിരിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആകുമ്പോൾ തിരിച്ചെത്തോളം എന്ന് പറഞ്ഞത്. പക്ഷേ ആ ഫാമിലി ഗ്രൂപ്പ് റെഡി ആയപ്പോഴേക്കും കുറച്ച് ടൈമായി. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോപ്പർട്ടിയും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. നല്ല സൂക്ഷിച്ചിറങ്ങണം. ട്രക്കിങ് നമ്മളൊരു സ്ട്രോബെറി ഫാം, ഇവിടെ നിന്ന് എന്തോരം ലെങ്ത് ഉണ്ട് ക്യാമ്പിൽ നിന്ന്? ക്യാമ്പിൽ നമുക്കൊരു 3 കിലോമീറ്റർ ഉണ്ടാവും. ഓക്കെ, സ്ട്രോബെറി ഫാമിലേക്കാണ്. സ്ട്രോബെറി ഫാം ചെറുതായിട്ടൊരു ഗ്രീൻ ലാൻഡിലേക്ക് കയറിയിട്ട് നമ്മ ഇവിടെ അത്രയും വഴി തെളിഞ്ഞിട്ടില്ല. എങ്കിലും നല്ല രസം കേട്ടോ. ഫുള്ള് പൂക്കളൊക്കെ ആയിട്ട് നോക്കി നടന്നില്ലെങ്കിൽ പൂക്കൾ ചെറിയ ഇടയിൽ മുള്ളിച്ചെടിയുണ്ട്. പണി കിട്ടും. നമുക്ക് നിറച്ച് പൂക്കളാണ് അവിടെ. ഇത് മുള്ളിച്ചെടിയാണ്. വഴി കാണാനായിട്ട് കുറച്ച് ടഫായി, പക്ഷേ നടപ്പ് വളരെ ഈസിയാണ്ടോ. അത്ര ഹാർഡസ്റ്റ് ട്രക്കിംഗ് ഒന്നുമില്ല. വളരെ ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ആർക്കും വേണമെങ്കിലും, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇതൊക്കെ ട്രക്ക് ചെയ്യാം. നോ റിസ്ക്. ആദ്യം മുൾച്ചൊരു മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഓൾമോസ്റ്റ് ഫാമിൻ്റെ അങ്ങോട്ട് എത്തി. നമ്മളെന്ന് വെച്ചാൽ മലയുടെ താഴെ എത്തി. ഫുള്ള് ഫാം ലാൻഡായി. ആ ഗ്രീൻ കളറിൽ കാണുന്നത് ഗ്രീൻ പീസിൻ്റെ കൃഷിയാണ്. തൊട്ട് ഫ്രണ്ടിൽ കുറേ കോഴി കുത്തി വെച്ചാണല്ലേ. അത് നോർമൽ ബീൻസ് അല്ല, ബട്ടർ ബീൻസ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിലത്തെ പയർ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുറച്ച് മഞ്ഞ പൂക്കൾ കാണുന്നത് കടുക്. പിന്നെ അതെ ഇവിടെ ഇങ്ങനെ പടർന്ന് നടക്കണ്ട വട്ടവട സ്പെഷ്യൽ ഫാഷൻ ഫ്രൂട്ട്. കുറേയൊക്കെ പഴുത്ത കിടപ്പുണ്ട് അവിടെ. ഇവിടെ തൊട്ടറിയത്തുള്ളതെല്ലാം പച്ച വല്ലേ പറിക്കായിരുന്നു. എന്താ കാര്യം തന്നെ നിരത്ത് കുറച്ച് ഡീപ്പാണ്. കുറച്ച് കയറ്റമെത്തി. എങ്കിലും ഭയങ്കര സംഭവമൊന്നുമില്ല, ചെറിയൊരു ട്രക്കിങ്. പശുവൊക്കെ സ്ഥിരം തന്നെ ഇരിക്കേണ്ടത്. കാണാനുള്ള ടഫ്നെസ് മാത്രമേ ഉള്ളൂ. ഈസിയായിട്ട് കയറാം. നേരെ കാണുന്ന ഒരു വാട്ടർഫോൾസ് ഉണ്ടോ? നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. നമ്മൾ ഈ വാട്ടർഫോൾസിലേക്ക് അവിടെ നിന്നാണ് വന്നത്. ആ വീട്ടിലേക്ക് കൂടി, ആ വീടിൻ്റെ സൈഡിലൊരു സ്ട്രോബെറി ഫാം ഉണ്ടായിരുന്നു. അതിലേക്ക് കൂടി വന്ന് ഈ വാട്ടർഫോൾസിൻ്റെ അവിടെ വരെ നമ്മൾ വന്നായിരുന്നു. നമ്മൾ ഉറുകിന്ന് ഇറങ്ങി വന്നപ്പോൾ ആ വാട്ടർഫോൾസിൻ്റെ താഴത്തെത്തി. നമ്മ ഇതിലേക്ക് കൂടി കയറി മേലേക്ക് കയറണം ആ വാട്ടർഫോൾസിൻ്റെ താഴത്തെത്താനായിട്ട്. നമ്മൾ വെള്ളച്ചാട്ടത്തിന് നേരെ താഴെ എത്തിയിട്ടാ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വെള്ളച്ചാട്ടത്തിന് നേരെ താഴെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വെള്ളച്ചാട്ടം വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ താഴത്തേക്ക് പിന്നെ ഉണ്ട്. ഫൈനലി വി റീച്ച് ദ ഫാം ലാൻഡ്. ഇവിടെ 2 ഗ്രീൻ കളർ നെറ്റ് കെട്ടിയിട്ടുണ്ടോ? അപ്പോൾ അപ്പുറത്തുള്ള ഫാമിലേക്കാണ് പോകുന്നത്. എല്ലാം ബന്ധുക്കാരുടെ തന്നെയാണ്.
പക്ഷെ നമ്മൾ വിസിറ്റ് ചെയ്യണത് ആ അറ്റത്തുള്ള ഗ്രീൻ ആ നെറ്റ് കെട്ടിയ ഫാമിലേക്കാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഒരു പുള്ളിയുടെയാണ്, ശരത്ത് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെയാണ് ആ ഫാം. അപ്പോൾ അവിടെ പോയി നമുക്ക് ആവശ്യത്തിന് സ്ട്രോബെറിയൊക്കെ പറിച്ച് കഴിക്കാം. ഉണ്ടാവുമായിരിക്കും എല്ലാവർക്കും കഴിക്കാനുള്ളത് അല്ലേ? അങ്ങനെ നമ്മൾ ഫാം ലാൻഡിൻ്റെ ഫ്രണ്ടിലെത്തി. ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ ബട്ടർ ബീൻസിലെ അതിൻ്റെ തൈയാണ് കുത്തിയേക്കുന്നത്. തൊട്ടപ്പുറത്ത് സ്ട്രോബെറീസൊക്കെ നിറഞ്ഞു കിടക്കണം ആ ഫാമിൽ. നമ്മൾ അതിലല്ല പോകുന്നത്, നമ്മൾ അപ്പുറത്ത് അതിലെന്തെങ്കിലും ഉണ്ടാവും നോക്കാം. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മേളിൽ നോക്കിയപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ടീംസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫാമിലെത്തി. ഈ സ്ട്രോബെറി ഒക്കെ നോക്കി, കുറേയൊക്കെ പഴുത്തതുകൊണ്ട് കുറേയൊക്കെ പച്ചയാണ്. കൊള്ളാം. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ടാ ഇങ്ങനെ വലുതായിട്ടിരിക്കണം. ഇങ്ങോട്ടോ നല്ല ഫ്രഷ് സ്ട്രോബെറി ഫാമിൽ നിന്ന് പറിച്ച് കഴിക്കുമ്പോൾ ഒരു തൂക്കമുണ്ടല്ലോ. രക്ഷയില്ലട്ടാ, എന്താ ടേസ്റ്റി. കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണ സ്ട്രോബെറി അല്ല, സ്ട്രോബെറി ഇത് കഴിക്കണം. ഒരു രക്ഷയില്ല, ഭയങ്കര ജ്യൂസി. ചെറിയൊരു പുളിയുണ്ട്, ഒരു രക്ഷയില്ല. എല്ലാവരും സ്ട്രോബെറി പറിക്കുന്നത് തിരക്കിലാണ്. കുറേ പേർ പറിച്ച് കവറിലാക്കുന്നു, കുറേ പേർ പറിച്ച് വൈറ്റിലാക്കുന്നു. കേട്ടൊക്കെ നോക്കി കാണുമ്പോൾ അപ്പം പറിക്കാൻ തോന്നും. ഫ്രഷ് സ്ട്രോബെറി രക്ഷയില്ലട്ടാ. ഒരു 1/2 കിലോളം ഞാൻ കഴിച്ച് 1 കിലോ മേടിച്ച് തിരിച്ച് നടക്കുകയാണ് ഞങ്ങൾ ക്യാമ്പിലേക്ക്. ഇനി ഇന്നലത്തെ കലാകാരന്മാരെ എഴുന്നേരണ്ടെന്ന് അറിയാൻ പാടില്ല. കള്ളുകൂടി കലാകാരന്മാർ മേളിൽ കിടക്കണമല്ലോ. നമ്മൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്, വേറൊരു വഴി. ഈ ഫാം ലാൻഡിൻ്റെ ഉള്ളിൽ കൂടി പോയി ആ വാട്ടർഫോൾസിൻ്റെ താഴത്തെത്തുമെന്നാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രോബെറിയൊക്കെ പിടിച്ച് ജാക്കറ്റൊക്കെ ഊരിയട്ടാ. തണുപ്പൊക്കെ ഇങ്ങനെ മാറി, അപ്പോൾ എല്ലാവരും ജാക്കറ്റൊക്കെ ഊരി തുടങ്ങി. വന്ന വഴി തന്നെ പോയാൽ മതിയായിരുന്നു. എല്ലാം ചെള്ളയിലൊക്കെ കൂടി ചാടിയൊക്കെ വന്നത്. കുറച്ചൊരു പകുതി വഴി എത്തിയിട്ടുള്ളൂ ചെള്ളയായതുകൊണ്ട്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന് നേരെ താഴ്ത്തെത്തി കേട്ടോ. അതിൽ കറങ്ങി അതിലൊക്കെ അവിടെ വെയിലേക്ക് ചാടി ഈ വഴി വന്ന്. വെള്ളച്ചാട്ടത്തിൽ അത്ര വലിയ വെള്ളമില്ല, സീസണല്ല. മൺസൂൺ ടൈമിന് വന്നാലേ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ രസമുണ്ടാവുള്ളൂ. എങ്കിലും കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. കുറച്ച് പേര് അവിടെ ഇറങ്ങി കൈയും കാലമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ കണക്റ്റായി. പട്ടി തന്നെയാണ് ആ ഓളിയിടുന്നത്. ഇത് വെറൈറ്റി ഓളിയിടുന്നത്. നേരത്തെ കണ്ട ഫാഷൻ ഫ്രൂട്ടിൻ്റെ മരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. തിരിച്ച് അതേ വഴി തന്നെ കണക്റ്റ് ആയിരുന്നു. നമ്മുടെ ഗൈഡ് ബ്രോ കുറച്ച് പുറകിലാണ്. ഞാൻ ആദ്യം നടന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ക്യാമ്പിലെത്തി. സമയം ഏതാണ്ട് 10:30 കഴിഞ്ഞ്. നമ്മുടെ ടെൻറ്റിലുണ്ടായിരുന്നു നമ്മുടെ കലാകാരന്മാരെ കാണാനില്ല, മേലുണ്ടാവുമായിരിക്കും. എന്തായാലും എനിക്ക് ഈ 2 പേരെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അമ്മിച്ചിക്ക് എന്തോ 55-ന് മേളിലുണ്ട് ഏജ്. പിന്നെ മറ്റേ പുള്ളിക്കാണെങ്കിൽ കാലിന് ചെറിയ പരിമിതി ഉണ്ട്. എന്നിട്ടും അവരത് വെച്ച് നടന്ന്. ഇവിടെ ചിലവന്മാരുണ്ട് കിടന്നുറങ്ങാൻ വേണ്ടി വന്നവന്മാർ. അവിടെ അവന്മാരെ കാണാനില്ല. അവിടെ ഉണ്ട്, എഴുന്നേറ്റിട്ടുണ്ട്. ഇതാണ്ട് നമ്മുടെ കുക്ക്, മെയിൻ ഷെഫ്. ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഫ്രഷായിട്ട് വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് തീരുമെന്ന്. അതുകൊണ്ട് ആദ്യം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ദോശ, സാമ്പാർ, ഇന്ന് ചട്നി അല്ലേ? ചട്നി. ഇത് പിന്നെ അമ്മ കുറച്ചുകൂടെ സ്ട്രോബെറി അവിടെ വെച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇവന്മാർ തിന്ന് തീർക്കും. ഇവന്മാർ നല്ല പോളിങ്ങാണ് ഇവന്മാർ. അതുകൊണ്ട് അവിടെ വെക്കാമെന്നില്ല, വേരെങ്കിലും എടുത്ത്. എന്തായാലും ദോശയും സാമ്പാറും ചട്നിയൊക്കെ ഇട്ടൊന്ന് പിടിപിടിക്കട്ടെ. അപ്പോൾ ഫ്രഷായി പാക്ക് ചെയ്തു, ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണതാണ്.
ക്യാമ്പിൻ്റെ വിശേഷങ്ങളല്ല, ഈ വീഡിയോ ഇവിടെ അതിൻ്റെ പേരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.